യഹോവേ അരുളിച്ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അടിയനോട് അരുളിച്ചെയ്യണം, അടിയനിലൂടെ അരുളിച്ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിപ്പാൻ ഇഷ്ടമുണ്ടാവണമെന്ന് വചനം ജഡമെടുത്ത യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഇന്ന് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാകുന്നു നമുക്കെല്ലാവർക്കും. ബഹുമാനമുള്ള അച്ഛൻ പറഞ്ഞ പ്രകാരം ഇന്ന് 3 കാര്യങ്ങൾ ഒരുമിച്ച് നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്ന്, ഈ സഭയുടെ ഒരു കുടുംബ ഞായറാഴ്ചയായിട്ട് ഇന്ന് നാം കൊണ്ടാടുന്നു. രണ്ടാമതായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ജൂബിലി 75-ാം വർഷം നാം ഒരുമിച്ച് കൊണ്ടാടുന്നു. മൂന്നാമതായിട്ട് ഈ ഒരു അവസരത്തിൽ നമ്മെ നടത്തിയ നൽകിയിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു സ്തോത്ര അർപ്പണമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം നാം സുവിശേഷ ഭാഗമായി വായിച്ച മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ ഇവിടെ പറയുന്നു, നമുക്കറിയാം. 2 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ, 13ഉം 14. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഈ നാം ഇന്ന് കൊണ്ടാടുന്ന ഈ പ്രത്യേക സുദിനത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള വാക്യമായിട്ട് ഞാനിതിനെ കാണുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാൽ 15-ാം വാക്യത്തിൽ പ്രകാരമാണ് നാം വായിക്കുന്നത്. വിളക്ക് കത്തിച്ച് പറയൻ കീഴില്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. നാം ഇന്ന് ജൂബിലി കൊണ്ടാടുന്ന ഈ സ്കൂളിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ പ്രകാശം പരത്തുന്ന ദൈവദാസന്മാരെയും ദാസിമാരെയും വാർത്തെടുക്കുക, അല്ലെങ്കിൽ ഒരു ഉത്തമ പൗരനെ വാർത്തെടുക്കുക എന്നുള്ളതാകുന്നു നമുക്കറിയാം. രണ്ടാമതായിട്ട് തങ്ങളെ പറഞ്ഞയക്കുന്ന സ്ഥാനങ്ങളിൽ അവിടെ രുചികരമായി ആ സാഹചര്യത്തെ മാറ്റുവാൻ തക്കവണ്ണം നാം നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സഭയും നമ്മുടെ ആലയവും മുഖാന്തരമായി തീരണമെന്നുള്ളതാണ്. ഇതെല്ലാം ആരംഭിക്കേണ്ടത് എവിടെയാണ് എന്നും ഇവിടെ പറയുന്നുണ്ട്, അത് ഭവനത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, our family or home is the basic school. അതോടൊപ്പം തന്നെ ഫാമിലി ഈസ് ദ പ്ലേസ് വെയർ വി കൾട്ടിവേറ്റ് അവർ ക്യാരക്ടർ. ഇങ്ങനെ നോക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, ഈ വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ അവസാന ഭാഗങ്ങളിൽ ഒന്നാണ്. ഗിരിപ്രഭാഷണത്തെ പറ്റി പൊതുവായി പറയുമ്പോൾ അത് ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരമാണ് നമ്മുടെ സ്വഭാവത്തെ വളർത്തേണ്ടത് എന്നുള്ളതാണ്. അത് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനമായ പ്രമാണം അതൊരു കൗണ്ടർ കൾച്ചറിൻ്റെ പ്രമാണമാണ്. എന്താണ് കൗണ്ടർ കൾച്ചർ ഞാൻ പറയുമ്പോൾ, ഈ ലോകത്തിൻ്റെ പ്രമാണം എന്തെന്നാൽ അവിടെ സൗമ്യതയില്ല, അവിടെ അധികാരം മാത്രമേ ഉള്ളൂ, അവിടെ എല്ലാം പിടിച്ചു പറിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ മധ്യത്തിലാണ് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരെന്നും
ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നുള്ള ആ ഭാഗ്യത്തിൻ്റെ പദവി പട്ടിണി കാണുവാൻ സാധിക്കും. എന്നാൽ അതിനുശേഷം നാം ഇവിടെ കടന്നു വരുമ്പോൾ നാം ഒരു വിശ്വാസി സമൂഹത്തിൽ എപ്രകാരമായിരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ 13 മുതൽ 16 വരെയുള്ള ഈ 5 വാക്യങ്ങളിൽ. അതിൽ ഒറ്റ വാക്കിൽ നാം ഇതൊക്കെയും സംഗ്രഹിക്കുകയാണ് എങ്കിൽ നാം ഈ ലോകത്തിൽ ആരായിരിക്കണം എന്ന് പറയുന്നത്, നാം ഈ ലോകത്തിൽ നമ്മുടെ സ്വാധീനം എന്തായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ കേന്ദ്രമായ ആശയം. ഹൗ വി ആർ ഗോയിങ് ടു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ നമുക്കറിയാം നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും നന്മയായും തിന്മയായും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രീതിയിൽ ഈ സമൂഹത്തെ സ്വാധീനിക്കുന്നവരാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപാടുകൾ എപ്രകാരമായിരിക്കണമെന്നും അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കർത്താവ് അതിനായി 2 സാധാരണ ഒരു ഭവനത്തിൽ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങളെ എടുത്താണ് അത് വിശദീകരിക്കുന്നത്. ഒന്ന് ഉപ്പ് എന്നുള്ളതാണ് 13-ാം വാക്യത്തിൽ. നമുക്കറിയാം ഉപ്പ് എന്നുള്ളത് അത് ഘനമേറിയ കട്ടിയുള്ള ഒരു പദാർത്ഥമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ ഉപ്പിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗത്തിലാണ് ഉപ്പ് എപ്രകാരമായിരിക്കണം എന്ന് പറയുന്നത്. നാം നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കമായിട്ട് ആവർത്തിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്യങ്ങൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്യങ്ങൾ സകല ജനത്തിനും അല്ലെങ്കിൽ സകല സഭയ്ക്കും അറിയാവുന്ന കാണാപ്പാഠം പഠിച്ച വാക്യത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ വേണ്ടി. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉപ്പിനെ പറ്റി നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പ് ആണ് എന്ന് പറയുവാൻ കാരണം, ഉപ്പ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം എന്താണ് എന്ന് നാം നോക്കാം. നാം നോക്കുന്ന അവസരത്തിൽ ഒന്നാമത് കാണുവാൻ സാധിക്കുന്നത് പ്യൂരിറ്റി എന്നുള്ള വാക്കാണ്, അല്ലെങ്കിൽ അത് ശുദ്ധി വരുത്തുന്നതാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. സാധാരണ പറയാറുണ്ട്, ഈ പ്യൂരിറ്റി എന്നുള്ള വാക്കിൻ്റെ മൂലഭാഷയിൽ നാം നോക്കുമ്പോൾ സൂര്യൻ, വെള്ളം എന്നുള്ള 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ പ്യൂരിറ്റി എന്നുള്ള വാക്ക് എന്ന് ഓർപ്പിക്കുന്നത്. എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തിൽ നാം ശുദ്ധിയുള്ളവരായി അവിടെ ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ വളരെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ കളങ്കം ഏക്കാത്തവരായി, എന്നാൽ ഈ ലോകത്തിൻ്റെ കളങ്കത്തിന് വിരുദ്ധമായി ഒരു നിലപാട് കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം ഒരു വിശ്വാസി എന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത്, അതുപോലെ സ്കൂളിന് വളരെ പ്രാധാന്യമുണ്ട്, വീടിനും ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നും ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളുടെയും ഈ ലോകത്തിൻ്റെ കളങ്കമേക്കാതെ എങ്ങനെ ജീവിക്കണം എന്നും നാം പഠിക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഒന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അത് അടയാളമാണ് എന്ന് കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് കാണുവാൻ സാധിക്കുന്നത് ഉപ്പ് എന്ന് പറയുന്നത് പ്രിസർവേറ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പ്രത്യേകിച്ച് മത്സ്യം, മാംസം എന്നിവ കേടുകൂടാതെ കാത്തു സൂക്ഷിപ്പാൻ ഉപ്പാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ കറപ്ഷൻ, അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളുടെ മധ്യത്തിൽ അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും അനുസൃതമായി ജീവിക്കുന്നതിലൂടെയല്ല, പിന്നെയോ നിൻ്റെ സാന്നിധ്യം ഈ ലോകത്തിൽ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മധ്യത്തിൽ അനന്യനായിട്ടുള്ള നിൻ്റെ സാന്നിധ്യം അവിടെ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമ്മെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരണമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതല്ല ജീവിതത്തിൻ്റെ മൂല്യമെന്നും ഇതല്ല ജീവിതത്തിൻ്റെ അർത്ഥമെന്നും
കാണിച്ചു കൊടുക്കുവാൻ സഭയായി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു മുഖാന്തരമാണ് നമ്മുടെ സ്കൂളുകൾ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപന സ്ഥാപനങ്ങൾ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ആണ് നമുക്ക് പറയുന്നത് മോറൽ എഡ്യൂക്കേഷന് സ്കൂളിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇന്ന് വിദ്യാസമ്പന്നർ സമൂഹത്തിനും കുടുംബങ്ങൾക്കും സഭയ്ക്കും അവർ ദ്രോഹികളായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ അവർ ആ സാഹചര്യത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മൂല്യങ്ങൾ, ദൈവത്തിൻ്റെ വിലയേറിയായിട്ടുള്ള ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിപ്പാൻ ദൈവം നമ്മെ വെല്ലുവിളിക്കുകയാണ് ഈ ഉദാഹരണത്തിലൂടെ. എന്നിട്ട് അടുത്ത് മൂന്നാമതൊരു കാര്യം കൂടെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനൊന്ന് ആവർത്തിക്കുന്നത്. എന്താ മൂന്നാമത് പറയുന്നതെന്ന് വെച്ചാൽ, ഉപ്പ് നമുക്കറിയാവുന്ന പോലെ രുചി വരുത്തുന്നതാണ്. ഉപ്പ് രുചി വരുത്തുന്നതാണ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉപ്പ് രുചി വരുത്തുന്നത് എങ്ങനെയാണ്? ഒരു കറിയിലിട്ടാൽ ആ കറി ഇതിൽ ലയിച്ചതിന് ശേഷം അതിനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഉപ്പിനുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇറ്റ് മേക്സ് സ്വീറ്റ് ടേസ്റ്റി. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, നാം ഒരു കറിയിൽ കഴിക്കുന്ന അവസരത്തിൽ നാം സാധാരണ പറയാറില്ല, ഉപ്പ് കുറഞ്ഞാൽ പറയും ഉപ്പില്ല എന്ന് പറയും. എന്നാൽ കൃത്യമായിട്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ നാം പറയുന്ന വാക്കെന്താണ്? നല്ല കറി, നല്ല കറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു ലയിച്ചു ചേരാതെ അതിൻ്റെ സാഹചര്യങ്ങളെ മനോഹരമായി രുചികരമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു അടയാളമായിട്ടാണ് ഉപ്പിനെ പറയുന്നത്. അതുകൊണ്ട് കാണുവാൻ സാധിക്കുന്നത്, നാം ഈ ലോകത്തിൽ മാറി നിൽക്കുവാനോ ഈ ലോകത്തിൽ ഞാൻ തന്നെ നല്ലവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാനല്ല, പിന്നെയോ ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട് എന്ന് ദൈവം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പലപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഏതോ മലയിലിരിക്കുന്ന ഒരു വിശുദ്ധനല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിരിക്കും. പിന്നെയോ സഭ പഠിപ്പിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത്, ഈ ഉപ്പിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ ഇവിടെ നമുക്ക് രണ്ട് കാര്യത്തിലും കാണുവാൻ സാധിക്കുന്ന ഒരു പരാജയമുണ്ട്. എന്തെന്നാൽ കാരം നഷ്ടപ്പെട്ട ഉപ്പ്, കാരം നഷ്ടപ്പെട്ട ഉപ്പ് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഉപ്പിനാണ്, അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കുന്നവർക്കാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ അത് രുചികരമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം നാം മറന്നു പോകരുത് എന്നുള്ളതാണ് നാം ഇവിടെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. ഉപ്പ് കാരമില്ലാതെ പോകരുത് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ ഇതാണ് നാം ഒന്നാമത് ഓർപ്പിക്കേണ്ടത്. നമുക്ക് ലഭിച്ചാലുള്ള ആ നല്ല ഗുണങ്ങൾ, ദൈവം നൽകിയിട്ടുള്ള നല്ല ഗുണങ്ങൾ, അത് നാം നഷ്ടപ്പെടുത്തിക്കളയും. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ വാക്ക് പോലും ഉപ്പിനാൽ രുചി വരുത്തിയത് ആയിരിക്കണം. കൃപയോടുകൂടിയ വാക്ക്, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്ക്. പ്രിയമുള്ളവരെ, നമുക്ക് കാണുവാൻ സാധിക്കും, ഉപ്പ് മുറിവിൽ വീണാൽ അത് നീറ്റിലും വേദനയും ഉണ്ടാക്കും, എന്നാൽ അത് സൗഖ്യവും നൽകുവാൻ മുഖാന്തരമാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആദ്യമായി നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയുമാണോ ചെയ്യുന്നത്, അതോ രുചി വരുത്തുന്ന, അതിനെ മനോഹരമായി രുചി വരുത്തുന്ന ഒരു സ്വാധീനം എന്നിലുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് 14-ാം വാക്യത്തിൽ പറയുന്നത് എന്തെന്നാൽ, അത് പ്രകാശം എന്നുള്ളതാണ്, ലൈറ്റ് എന്നുള്ളതാണ്. എന്താണ് പ്രകാശത്തെ പറ്റി നാം ചിന്തിക്കുന്ന അവസരത്തിലും 2-3 കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും കാണുവാൻ സാധിക്കും. പ്രകാശത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പ്രകാശം അത് മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് അത് പറയിൻ കീഴിൽ വെക്കരുത് എന്നുള്ളതാണ്.
ലോകം കാണണം എന്നുള്ളതാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നതെന്ന് വെച്ചാൽ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നും കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ലോകം കാണുന്ന ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാധാരണ പറയാറുണ്ട്, ഹീസ് എ സീക്രട്ട് ക്രിസ്ത്യൻ. ഒരു രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് നിനക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ലോകം അറിയണം, ലോകം അറിയും എന്നുള്ള കാര്യം മറന്നു പോകരുത്. യു കനോട്ട് ബി എ സീക്രട്ട് ക്രിസ്ത്യൻ, യു ക്യാൻ ബി എ ലിവിങ് ക്രിസ്ത്യൻ ഓർ എ മാർട്ടിഡം. ഇത് മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നോ സീക്രട്ട് ഡിസൈപ്പിൾസ് ഇൻ ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ടാണ് പറയുന്നത്, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ആ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഉയർന്നൊരവസ്ഥയിലേക്ക് ദൈവം നിന്നെ പ്രകാശമായിട്ട് മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രകാശത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധ്യമായി തീരണം. രണ്ടാമത്, വെളിച്ചത്തിൻ്റെ ഗുണമെന്താണ്? അതൊരു ഗൈഡാണ് എന്നുള്ളതാണ്. എന്താണ്? ഈ ലോകത്തിൽ എന്തൊക്കെയാണ് അവിടെ അപകടമുണ്ടെങ്കിൽ അത് കാണിക്കുവാൻ, ഒരു അന്ധകാരത്തിലൂടെ പോകുമ്പോൾ അപകടം എന്താണെന്ന് കാണിക്കുവാനും ഈ വഴി അപകടമാണ് എന്ന് ജനത്തിന് ബോധ്യം വരുത്തുവാനും അത് നമുക്ക് സാധ്യമായി തീരണം. വെളിച്ചം അതാണ് ഉപയോഗിക്കുന്നത് കാണുവാൻ സാധിക്കും. മേക്ക് ദ ക്ലിയർ ടു ദ വേൾഡ്. ഈ ലോകത്തിന് ആ വെളിച്ചം അത് വ്യക്തമായിട്ട് അപകടം എന്തെന്നും നന്മ എന്തെന്നും അത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം പ്രാപിച്ച് വെളിച്ചത്തിൽ നടക്കേണ്ടവരാണ് നാം എല്ലാവരും. ഒരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ, നമുക്ക് ലഭിച്ച വെളിച്ചം നമ്മുടെ സ്വന്തം വെളിച്ചമല്ല, പിന്നെയോ നീതി സൂര്യനായ കർത്താവിങ്കിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന വെളിച്ചം വി ആർ റിഫ്ലക്റ്റിംഗ്, നാം അത് പ്രതിഫലിപ്പിക്കുന്ന മാത്രമാണ്. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ മാത്രമേ ഈ ലോകത്തിൽ വെളിച്ചങ്ങളായി നമുക്ക് ശോഭിക്കുവാൻ സാധിക്കുള്ളൂ. മൂന്നാമത്, വെളിച്ചത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അതൊരു വാർണിംഗ് ലൈറ്റാണ്, അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഈ ലോകത്തിൽ നാം സ്വാധീനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ് അതെന്തെന്ന് വെച്ചാൽ മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത്. പ്രവാചകന്മാർ ചെയ്തിരുന്ന അതാണ്. അപ്രകാരം ചെയ്താൽ നാശമുണ്ടാകും, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദസ് സൈസ് ദ ലോർഡ്, കർത്താവ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് ജനത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ലോകത്തിൽ ജ്ഞാനം വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും എല്ലാ കാര്യത്തിലും ജ്ഞാനമുണ്ട്. എന്നാൽ ദൈവാലയത്തിലെ ദൈവവചന ഘോഷണത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ യുണീക്ക്നെസ് എന്ന് പറയുന്നത് അത് മുഖ്യമായുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ പ്രകാരമുള്ള ജ്ഞാനം നൽകുക എന്നുള്ളതല്ല, എന്നാൽ അതിൻ്റെ മധ്യത്തിലൂടെ ദൈവം എന്താണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ച സെമിനാരിൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം എപ്പോഴും ഞങ്ങളെ ഓർപ്പിക്കുന്ന കാര്യമാണ്, ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടത് ഇപ്രകാരം പ്രവാചക ശബ്ദമാണ്. എന്താണ്? ആരും പറയുന്നില്ല ദസ് സൈസ് ദ ലോർഡ്, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുന്നവരെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം പറയുന്നത് പോലെ പറയുവാൻ നമുക്ക് ഇഷ്ടമാണ്, അത് കേൾക്കുവാനും നമുക്കിഷ്ടമാണ്. ഇന്ന് ജനം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രസംഗിക്കണം എന്നുള്ളതാണ് ജനം ആഗ്രഹിക്കുന്നത്. ജനത്തെ ഇഷ്ടപ്പെടുത്തുന്ന, ജനത്തെ ഇക്ലിപ്പെടുത്തുന്ന പ്രസംഗമാണെങ്കിൽ ഏറ്റവും നല്ല പ്രസംഗവുമായിരിക്കാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതെന്നാൽ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്, വി ആർ ദ വാർണിംഗ് ലൈറ്റ്. ലോകത്തിൻ്റെ അപകടം വരുന്നു എന്നുള്ളത് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നന്മയേതെന്നും തിന്മയേതെന്നും ജീവനെന്തെന്നും മരണമെന്തെന്നും നിൻ്റെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നു, തീരുമാനം നിൻ്റേതാണ്, ലോകത്തിൻ്റേതാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതിവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിച്ചം എന്നുള്ളതാണ്. എന്നാൽ ഈ വെളിച്ചം ഉണ്ടായതുകൊണ്ട് മാത്രമായിരിക്കുന്നില്ല, പിന്നെയോ ആ വെളിച്ചത്തിൻ്റെ പരാജയം എന്താ? ഉപ്പിൻ്റെ പരാജയം അതിൻ്റെ കാരം നഷ്ടപ്പെടുന്ന പോലെ വെളിച്ചത്തിൻ്റെ പരാജയം എന്താണ്? അവിടെ പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ച് തണ്ടിന്മേലത്ര വെക്കേണ്ടത് പറയൻ കീഴിലല്ല. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ വീടുകളിൽ വെളിച്ചം അല്ലെങ്കിൽ കത്തുന്ന വിളക്ക് സൂക്ഷിപ്പാനുള്ള പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ അതിന് മൂലഭാഷയിലേക്ക് വരുമ്പോൾ ചിലർ അത്
കട്ടിലിൻ്റെ കീഴെ വെക്കും. അതുകൊണ്ടെന്താണ്, എനിക്ക് മാത്രം കണ്ടാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിലൂടെ കാണണം. ആ ലോകം നമ്മെ ഒരു മാതൃകയായിട്ട് കാണുവാൻ സാധ്യമായി തീരണം. ആർ വി ഗൈഡിങ് അവർ പീപ്പിൾ? പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു മോഡലായിക്കൊണ്ട്. എന്താണ് പറയുന്നത്? അവൻ അധികാരത്തോടു കൂടിയാണ് അവൻ ഉപദേശിച്ചത്. അധികാരത്തോടു കൂടി ഉപദേശിക്കുന്ന ഒരു അധ്യാപക സംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് എന്ന് നോക്കുമ്പോൾ, പഴയ കാലങ്ങളിലൊക്കെയും നമുക്കറിയാം, ബീഡി വലിക്കുന്ന ഒരു അധ്യാപകനെ കാണുവാൻ സാധിക്കില്ല, മദ്യപിക്കുന്നതിനെ കാണുവാൻ സാധിക്കില്ല. കാരണം അവനൊക്കെയും സ്വാധീനം മറ്റേതായിപ്പോകും. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് മദ്യപിക്കുകയും ബീഡി വലിക്കുകയും ചെയ്യുന്നവരെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ ബിഷപ്പായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമുണ്ടായി. ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഒരു അധ്യാപനയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. മറ്റൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. ക്ലാസ് കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ കൂട്ടുപിടിച്ച് അവൻ്റെ സ്കൂട്ടറിൽ മദ്യപിക്കുവാൻ കള്ള് ഷാപ്പിൽ പോയി ഒരു കേസുമായിട്ടാണ് എന്ത് വന്നത്. ഞാൻ എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അധപ്പതനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മെ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് കാത്തു സൂക്ഷിപ്പാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓൾ സ്കൂൾ ഓർ ഓൾ ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി എ ലൈറ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ അത് മറച്ചു വെക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി തന്നെ വെക്കുവാൻ സാധിക്കില്ല. ഉയർന്ന പട്ടണത്തിലിരിക്കുന്നത് പോലെ ഉയർന്നിരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ ഒരു അവസരത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മുടെ സ്വാധീനത്തെപ്പറ്റി. ഈ ലോകത്തിൽ നാം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നാം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുണ്ട്. ചിലപ്പോൾ തെറ്റായ സ്വാധീനമായിരിക്കാം, ചിലപ്പോൾ നേരായ സ്വാധീനമായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നു, ഈ ഒരു അവസരത്തിൽ മൂന്നാമതായിട്ട് എന്താണ് പറയുന്നത്, അത് എങ്ങനെ പ്രായോഗികമാക്കണം എന്നും കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് 16-ാം വാക്യത്തിലാണ്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. എങ്ങനെയാണ് ലോകത്തിൽ ഉപ്പായി പ്രവർത്തിക്കേണ്ടതെന്നും എങ്ങനെയാണ് ലോകത്തിന് വെളിച്ചമായി അതിനെ നയിക്കേണ്ടതെന്നും തെറ്റുകളെ കാണിക്കേണ്ടതെന്നും അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്യുന്ന ഒറ്റ മാർഗമേ നിങ്ങളുടെ പ്രവൃത്തി. നല്ല പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ നമ്മെ ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ഈ ലോകത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വെളിച്ചവും ലോകത്തിൻ്റെ ഉപ്പുമാണ് എന്ന് കാണുവാൻ സാധിക്കും. യഥാർത്ഥമായ വെളിച്ചം കർത്താവായി യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിലും 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിലുള്ളിടത്തോളം കാലം ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദ വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. നാം ഈ ലോകത്തിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ലോകത്തിൻ്റെ വെളിച്ചമാണ്. ദൈവം നമുക്ക് നൽകുന്ന ഈ ചുരുങ്ങിയ ആയുസ് ദൈവം നമുക്ക് ഈ ലോകത്തിൽ നൽകുമ്പോൾ നാമും ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കണം സാഹചര്യങ്ങൾ ഒളിച്ചോടുകയല്ല, അതിനെ രുചികരമാക്കി തീർക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഉപ്പ് കാരമില്ലാതെ പോയാൽ വെളിച്ചം അത് തണ്ടിന്മേൽ വെച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ഡിസ്ട്രോയ് ആൻഡ് ഡീക്കേ. അത് നമ്മൾ അപകടവും നാശവും വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വെളിച്ചത്തിൻ്റെ ഒരു വിളക്കിൻ്റെ ഒരു എണ്ണത്തിരിയുടെ മുകളിൽ പറ കവർത്തി വെച്ചാൽ അത് കെട്ടുപോകും ഓക്സിജൻ ഇല്ലാതെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ വലിച്ചു പുറത്തെറിയും. യു വിൽ ബി ത്രോൺ ഔട്ട്.
നമുക്കെല്ലാം ഉണ്ട്. ഉപ്പിൻ്റെ വലിയ സൈസ് ഇവിടെ നമുക്ക് സോൾട്ട് അല്ലെങ്കിൽ നമുക്കിന്ന് പൗഡേർഡ് സോൾട്ടുണ്ട്, അയഡൈസ് സോൾട്ടുണ്ട്. എന്നാൽ ഇത് പറയുന്ന സമയത്ത് നമുക്കറിയാം, ജർമ്മനിയിലേക്ക് ചെന്നാൽ കാണുന്നത് പോലെയുള്ള കര ഉപ്പുമുണ്ട്, കടലിലെ ഉപ്പുമുണ്ട്. വലിയ കട്ടയായിട്ടാണ് വരുന്നത്, സൈസുണ്ട്, വെള്ള നിറമുണ്ട്. എന്നാൽ അതിൻ്റെ കാരമില്ലാതെ പോയാൽ പുറത്തേക്ക് വലിച്ച് എറിയെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് പറയുന്നത്? നാം കാരം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കുക. ആദിമ സഭയിൽ, അതോടൊപ്പം തന്നെ ആദിമ സമൂഹത്തിലൊക്കെയും ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നും കൂടെയാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. അതെന്നാൽ ഒരാൾ സമൂഹത്തിൽ ദോഷമായി പ്രവർത്തിച്ചു, അവനെ ശിക്ഷിച്ചതിന് ശേഷം മടങ്ങി ആ സമൂഹത്തിലേക്ക് വരണമെങ്കിൽ, അതുപോലെ തന്നെ സഭയിലും തിരികെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സഭയുടെ ആലയത്തിൻ്റെ ഫ്രണ്ടിൽ അവൻ നിരന്ന് കിടന്നിട്ട് പറയണമായിരുന്നു, ഞാൻ ഉപ്പ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാരം നഷ്ടപ്പെട്ടൊരു ഉപ്പാണ്, അവിടെ എന്നെ ചവിട്ടുക. ഐ ലോസ് മൈ സോൾട്ട്നെസ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറയുവാൻ ഒരിക്കലും അവസരമുണ്ടാകരുത്. അതുകൊണ്ട് എന്താണ് പറയുന്നത് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ വെളിച്ചം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെ വെളിച്ചത്തിലൂടെ നടക്കുമ്പോൾ നാമും വെളിച്ചമുള്ളവരായിത്തീരും. ആ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സഭയെ നൽകിയിട്ടുള്ളത്, കുടുംബങ്ങളെ നൽകിയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തെ നൽകിയിട്ടുള്ളത്. ഈ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സഭയും ഞാനും ഓരോരുത്തരും ഈ നമ്മുടെ സ്ഥാപനങ്ങളും ഈ ലോകത്തിൽ വെളിച്ചങ്ങളായി സമൂഹത്തെ സ്വാധീനിപ്പാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 വർഷം മാത്രമേ പഠിക്കുവാനുള്ള അവസരം ലഭിച്ചുള്ളൂ, 65 മുതൽ 67 വരെ. അതിനുശേഷം 68 SLC എഴുതുന്നത് ഞാൻ സെൻറ്റ് തോമസ് തുടങ്ങനാട്ടിലാണ്. അതിൻ്റെ കാരണം എൻ്റെ പിതാവ് വിദേശിയായിരുന്നു, ട്രാൻസ്ഫറായി പോയപ്പോഴാണ്. ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂവിലൂടെ അഡ്മിഷൻ എനിക്ക് ലഭ്യമായത്. കാരണം 10ാം ക്ലാസ്സിലേക്ക് ആരും അഡ്മിഷൻ കൊടുക്കില്ല. എങ്കിലും അവിടെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് ജയിക്കുവാൻ ഒരു അവസരവും നൽകി. ഇതുവരെ ഈ ഒരു അവസരത്തിൽ ഈ സ്കൂളിനെ നയിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരെയും, പ്രധാന അധ്യാപകരെയും അനധ്യാപകരെയും, എൻ്റെ സഹപാഠികളെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവർ എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള സ്വാധീനം ഒരിക്കലും മാറ്റുവാൻ കഴിയുന്നുള്ളതല്ല. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ജോയി, അല്ലെങ്കിൽ പോൾ സാമുവേൽ നിങ്ങൾ വിളിക്കുന്ന, ഞങ്ങളുടെ ഒരു മോഡലായിരുന്നു. കാരണം ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അങ്ങ് 5ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ചവന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അനേകരിവിടെ ഉണ്ട് ആയിരിക്കുന്നു. അങ്ങനെ അനേകരിവിടെ ഉണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണുവാൻ. ഈ സ്കൂളിൽ പഠിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. എൻ്റെ ഗുരുഭൂതന്മാരിവിടെ പലരും ഇരിപ്പുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മുൻപിൽ ബലഹീനായ എനിക്കും ഇപ്രകാരം ദൈവവചനം പ്രഘോഷിപ്പാൻ ദൈവം എന്നെ ശക്തീകരിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയല്ലാതെ ഒന്നും എനിക്ക് എൻ്റെ സഭയിൽ നിന്നോ, എൻ്റെ കുടുംബത്തിൽ നിന്നോ, എൻ്റെ സ്ഥാപനത്തിൽ നിന്നോ എനിക്ക് ലഭിച്ചിട്ടില്ല. അതിനെല്ലാമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചങ്ങളായി, ലോകത്തിന് ഉപ്പായി, നമ്മുടെ നല്ല പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിൽ ആരംഭിച്ച് അത് സമൂഹത്തിലേക്ക് സ്വാധീനം ചെല്ലുവാൻ ദൈവം നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കുടുംബ ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുമ്പോൾ ഈ സഭയിലെ ഇവിടെ കടന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ സഭയെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്കൂളിനെയും സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ നന്മകൾക്കും എല്ലാ ദാനം ഉറവിടമായ യേശുവേ, എല്ലാം സർവ്വയാനങ്ങൾക്കും ഉറവിടമാമേ യേശുവേ, നിന്നെ ഞാൻ പരനേ നന്ദിയാ,
അയച്ചു. നന്മകൾക്കും സർവ ഉറവിടമാമേ യേശുവേ, നിന്നെ ഞാൻ ദീനവും പരനെ നന്ദിയാ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ, ഞങ്ങളുടെ സ്കൂളിലൂടെ, എല്ലാറ്റിലുപരിയായി വലിയ കുടുംബമായ സഭയിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ആ അനുഗ്രഹത്തോടെ നന്ദിയോടെ ഈ ലോകത്തിൽ നിൻ്റെ ജ്യോതിഷകളായും ഈ ലോകത്തിൽ രുചി വരുത്തുന്ന ഉപ്പായും ജീവിപ്പാൻ നിൻ്റെ പരിശുദ്ധാത്മാവോട് സഹായിക്കണം. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.